CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ബജറ്റ് സമ്മേളനം ജനുവരിയിൽ നടത്തിയേക്കും. 15ാം നിയമസഭയുടെ 13ാം സമ്മേളനം ജനുവരി 17-ന് വിളിച്ചു ചേർക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ. ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി സഭ പിരിയും. മാർച്ച് മാസത്തിൽ നടത്തേണ്ട ബജറ്റ് സമ്മേളനമാണ് നേരത്തെ നടത്താനായി സർക്കാർ ആലോചിക്കുന്നത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഈ CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ നേരത്തെ ബജറ്റ് സമ്മേളനം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? രോഹിണി, നമസ്കാരം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. CPM ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും നമുക്കറിയാം മാർച്ച് മാസത്തിലാണ് ബജറ്റ് സമ്മേളനങ്ങൾ നടത്തുക. ഈ വർഷത്തെ ബജറ്റ് സമ്മേളനം ജനുവരിയിൽ തന്നെ വിളിച്ചു ചേർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. ജനുവരി മാസത്തിൽ CPMന്റെ സംസ്ഥാന സമ്മേളനം മധുരയിൽ വെച്ച് നടക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മന്ത്രിമാർക്കും MLA മാർക്കും ഒക്കെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നൊരു കാര്യം നേരത്തെ തന്നെ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ജനുവരിയിൽ തന്നെ സഭ വിളിച്ചു ചേർത്താലോ എന്ന് സർക്കാർ പരിഗണനയിലെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തെ പറ്റി വ്യക്തമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ ജനുവരിയിൽ ഇത്തരത്തിൽ ഈ ബജറ്റ് സമ്മേളനം നടത്താൻ സാധിച്ചില്ല എങ്കിൽ സഭ വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി പിരിയാനും ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ജനുവരി 7 മുതൽ 13ാം തീയതി വരെ ഈ നിയമസഭാ പുസ്തകോത്സവം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമ്മേളനം 17ാം തീയതി തന്നെ വിളിച്ചു ചേർത്താലും എന്നും ഒരു പരിഗണനയിലുണ്ട്. ഏതായാലും ജനുവരി 17ാം തീയതി സഭ 15ാം നിയമസഭയുടെ 13ാം സമ്മേളനം ജനുവരി 17ാം തീയതി തന്നെ നടത്താനായിട്ടാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ട് അതിന്റെ കൂടെ തന്നെ ബജറ്റ് സമ്മേളനം നടത്താനാണ് തീരുമാനിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ പൊതുകടം എന്ന് പറയുന്നത്, ഖജനാവിലുള്ള കടം എന്ന് തന്നെ പറയുന്നത് 57,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ പൊതു കടമെന്ന് പറയുന്നത്. അപ്പോൾ ആ കടത്തിൽ നിന്നുകൊണ്ട് വേണം ഈ വരുന്ന സാമ്പത്തിക വർഷം 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കേണ്ടത്. ഇതിന് പുറത്ത് പോയി തയ്യാറാക്കിയാൽ ഒരുപക്ഷെ അത് വരുന്ന വർഷം തന്നെ സാമ്പത്തികമായിട്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ പ്രതിരോധമായിട്ട് ബാധിക്കാവുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു ചർച്ച നടത്തി, അതിൽ ആലോചന നടത്തിയതിനു ശേഷം ബജറ്റ് സമ്മേളനത്തിലേക്ക് കടക്കുക, ബജറ്റ് പദ്ധതികളും തയ്യാറാക്കുക. ഇത്തവണ നിയമസഭാ സമ്മേളനത്തിന് പ്രധാനമായിട്ടും 2 കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത്. ഈ പെൻഷൻ പ്രായം 57 വയസ്സിലേക്ക് ഉയർത്തുന്നതും അതോടൊപ്പം തന്നെ സർവകലാശാലകളുടെ ചാൻസലർ പദവി ഗവർണറിൽ നിന്നും എടുത്തു നീക്കാനുള്ള ബില്ല്. ഇത്തരം 2 ബില്ലുകളാണ് ഇത്തവണത്തെ സഭ പരിഗണിക്കുന്നത്. ഈ 57 വയസ്സ് എന്നുള്ള പ്രായപരിധി അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായപരിധി 57 വയസ്സിലേക്ക് പോവുകയാണെങ്കിൽ 1 വർഷം കൂടി സർക്കാർ അത് കൂടുതലായിട്ട് നീട്ടിക്കിട്ടും. 56 വയസ്സാണെങ്കിൽ ഒരുപാട് ആൾക്കാർ നിലവിൽ പിരിഞ്ഞു പോകുന്ന ആൾക്കാർക്ക് ഏതാണ്ട് അവർക്കുള്ള ആനുകൂല്യങ്ങളും മറ്റും കൊടുക്കാനായിട്ട് ഏതാണ്ട് 4,000 കോടിയോളം രൂപയുടെ അധിക ചിലവ് വരും. ഇത് ബജറ്റിനെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് വിരമിക്കൽ പ്രായം ഉയർത്തുക എന്നത് കാര്യം പരിഗണനയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കാരിനൊരു 4,000 കോടി രൂപയുടെ കുറവ് ഈ ബജറ്റ് തയ്യാറാക്കുന്നതിൽ വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ബില്ല് പരിഗണിക്കാനുള്ള സാധ്യത ഈ ജനുവരി 17ാം തീയതി ആരംഭിക്കുന്ന സഭയിൽ മുന്നിൽ കാണുന്നുണ്ട്. പിന്നീട് സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് സർവകലാശാലയിലെ വിഷയങ്ങളാണ്. സർവകലാശാലയുടെ ചാൻസലർ പദവി എന്ന് പറയുന്നത് നിലവിൽ ഗവർണറാണ്. ഈ പദവി നീക്കാനുള്ള ബില്ല് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ സഭ ചർച്ച ചെയ്ത് പാസ്സാക്കുക എന്ന തീരുമാനത്തിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങളിലൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അത് നടത്താൻ അല്ലെങ്കിൽ അത് പാസ്സാക്കാൻ സാധിച്ചതില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തവണ അടിയന്തരമായിട്ട് തന്നെ ആ ബില്ല് കൂടി പരിഗണിക്കാൻ അല്ലെങ്കിൽ അതുകൂടി സഭയിൽ പരിഗണിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കൊണ്ടുവരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കോർപ്പറേറ്റീവ് ബില്ലുകളെ പറ്റിയിട്ടൊരു ആശങ്ക സഭയിൽ വന്നിരുന്നു. മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത കാര്യം അല്ലെങ്കിൽ അത് ആ ബില്ല് അവതരിപ്പിച്ച ഒരു KN ബാലഗോപാലിന് വേണ്ടി ആ ബില്ല് അവതരിപ്പിച്ചത് MP രാജേഷാണ്. അപ്പോൾ ആ ബില്ല് സഭാ അംഗങ്ങളെ അറിയിക്കാതെയും ബില്ല് നേരത്തെ ഓർഡിനൻസ് ആയിട്ട് സഭയിൽ കൊണ്ടുവരാതെയും പെട്ടെന്നൊരു ഘട്ടത്തിൽ ആ ബില്ല് പാസ്സാക്കിയ ഒരു രീതി ഉണ്ടായിരുന്നു. അതിന് സ്പീക്കർ വലിയ രീതിയിൽ തന്നെ വിമർശിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിയമസഭാ സാമാജികളോട് ബില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർഡിനൻസ് ആയിട്ട് നേരത്തെ തന്നെ സഭയിൽ അറിയിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും CPM സംസ്ഥാന സമ്മേളനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ബജറ്റ് സമ്മേളനം ധൃതി പിടിച്ച് നേരത്തെയാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഒരുപക്ഷെ സർക്കാർ. അപ്പോൾ നമുക്ക് നോക്കി കാണേണ്ടത് ഈ ബജറ്റ് സമ്മേളനം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്കുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിലുണ്ടായതുപോലും ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് പറയുന്നത്. വീണ്ടും ഈ മാർച്ച് മാസത്തിൽ നടത്തേണ്ട ബജറ്റ് സമ്മേളനം നേരത്തെ നടത്തിയ ഒരു തട്ടിക്കൂട്ട് ബജറ്റ് സമ്മേളനമായിട്ട് മാറ്റാൻ തന്നെയല്ലേ തീരുമാനം? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ കരുതേണ്ടതായിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ബജറ്റ് സമ്മേളനം അല്ലെങ്കിൽ ബജറ്റ് പ്രഖ്യാപനം എന്ന് പറയുന്നത് വളരെയധികം നഷ്ടങ്ങൾ, അത് ഒരുപക്ഷെ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾക്ക് ബാധ്യതയായി തീർന്ന ഒരു ബജറ്റായിരുന്നു കഴിഞ്ഞ വർഷത്തെ. തന്നെ മുന്നിലത്തെ വർഷം ഇന്ധന സെസ് വർദ്ധിപ്പിച്ചുവെങ്കിൽ കഴിഞ്ഞ വർഷം പല രീതിയിലും പരോക്ഷമായിട്ടുള്ള നികുതികൾ വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു ബജറ്റ് അവതരണം നടത്തിയത്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ബജറ്റായിരുന്നു കഴിഞ്ഞ രണ്ട് ബജറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോഴാണ് സർക്കാർ തീരുമാനിക്കുന്നത് മാർച്ചിൽ നടത്തേണ്ടിയിട്ടുള്ള ബജറ്റ് സമ്മേളനങ്ങൾ നേരത്തെ നടത്തിക്കൊണ്ട് CPM-ന്റെ സംസ്ഥാന സമ്മേളനങ്ങളിലേക്ക് പങ്കെടുക്കാൻ പോകുക, അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മൂന്നര കോടി ജനങ്ങളെ അധികം ബാധിക്കുന്ന വിഷയത്തെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഒരു ബജറ്റ് പ്രഖ്യാപനം നടത്തുക എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് വേണം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ബജറ്റിലെ രണ്ട് തരം കാര്യങ്ങളായിരുന്നു സർക്കാർ അല്ലെങ്കിൽ ധനവകുപ്പ് മന്ത്രി മുന്നോട്ട് വെച്ചത്. പ്ലാൻ എയും പ്ലാൻ ബിയും. ഇതിൽ പ്ലാൻ എയും നടന്നിട്ടില്ല, പ്ലാൻ ബിയും നടന്നിട്ടില്ല. അപ്പോൾ അടുത്ത ബജറ്റിൽ പ്ലാൻ പോലും കാണില്ല. ഒരു ബജറ്റ് എങ്ങനെയെങ്കിലും പ്രഖ്യാപിച്ച് കഴിയുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു ബജറ്റിന് മുന്നോടിയായിട്ട് ഇനി നമുക്കറിയാം, ഇതിപ്പോൾ ഡിസംബർ പകുതി ആയിരിക്കുന്നു, ഇനിയുള്ളത് ജനുവരി, ഇനിയുള്ളത് 15 ദിവസമാണ്. ഈ 15 ദിവസത്തിനുള്ളിലാണ് ഇനി ഒരുപക്ഷെ അടുത്ത സാമ്പത്തിക വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാക്കേണ്ടത്, വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കേണ്ടത്, മറ്റെല്ലാ സാമ്പത്തികമായിട്ടുള്ള എല്ലാ തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ ചെയ്യേണ്ടത്. പക്ഷേ സർക്കാർ ഈ 15 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജനുവരിയിൽ സഭാ സമ്മേളനങ്ങൾ ആരംഭിക്കും. ജനുവരി 17-ാം തീയതി സഭാ സമ്മേളനങ്ങൾ ആരംഭിക്കും. ഒരുപക്ഷെ ബജറ്റ് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞെങ്കിൽ സഭ ഓട്ടോ പ്രഖ്യാപിച്ച് പിരിയുന്നതായിരിക്കും. എന്തായാലും ജനങ്ങൾക്ക് ആവശ്യമായ ഒന്നും തന്നെ നടപ്പിലാക്കാത്ത സർക്കാർ വീണ്ടും ബജറ്റ് സമ്മേളനം ഒരു പ്രഹസനമാക്കുവാൻ വേണ്ടി പോകുന്നു. മാർച്ചിൽ നടത്തേണ്ടത് നേരത്തെ നടത്തി അത് ഒതുക്കി തീർക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. ടിൻഡുദാസാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.